ഈ കുറ്റി അടിച്ചിരിക്കുന്നത് മുതൽ റോഡിന്റെ സ്ഥലമാണ് സർ. റീസർവേ നടത്തിയതിൽ എന്തോ തകരാറ് വന്നതാണ്. വന്നതല്ല, വരുത്തിയതാണ്. എനിക്കറിയാം സർ. ഞാൻ വിശ്വനാഥൻ നായർ. എന്റെയാണ് ഈ സ്ഥലം. മിസ്റ്റർ വിശ്വനാഥൻ നായർ, ഇത് സർക്കാർ വക ഭൂമിയാണ്. നിങ്ങൾക്കും അതറിയാം. അത് വിട്ടുകൊടുക്കാനുള്ള സൗമനസ്യം കാണിക്കും. ഈ മതിലും ഹോട്ടലിനൊരു ഭാവം പൊളിക്കേണ്ടി വരും സർ. പൊളിക്കണം. അതിനുവേണ്ടിയാണല്ലോ ഞങ്ങൾ ആളെന്ന് കുറ്റിയടിച്ചിരിക്കുന്നത്. നമുക്ക് ഹോട്ടലിൽ സംസാരിക്കാം. താങ്ക് യു. എനിക്ക് അല്പം തിരക്കുണ്ട്. ഈ റോഡിന്റെ പണി നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വരാം. സാർ, വകുപ്പ് മന്ത്രിക്ക് ഒരു അറിയാവുന്ന കാര്യമാണിത്. അതുകൊണ്ട് സാറ് കാണിക്കുന്നത് ഒരു വ്യത്യാസമാണ്. വല്ലപ്പോഴും ഒന്ന് ചാടാൻ എന്നെ അനുവദിക്കൂ മിസ്റ്റർ നായർ. കുടുംബദ്രോഹി, നിനക്ക് കണ്ടിട്ടാ അവന്റെ കാര്യം വിട്. അവൻ അറിയാ ആ മോൾ എന്ത് പഠിച്ചടാ? ആരാണ് സർ? കുഞ്ഞിന്റെ അമ്മ വീട്ടിലേക്ക് പോ. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. വേണ്ട, ഇവിടെ വെച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യും? പോലീസിനെ കൊണ്ട് തല്ലിക്കോ? ആ അത് കേട്ടോ, നിന്നെ അങ്ങനെ വീട്ടുകാര്യം ചോദിക്കാൻ. എന്റെ വരുമാനം ഇഷ്ടമുള്ള ഗുണഘോഷിക്കും. അവൻ ഈ നിലയിലെത്തി. അതുകൊണ്ടാ സാർ, സെക്രട്ടറി ജോൺ മത്തായി സാർ ടി വിയിൽ വെയിറ്റ് ചെയ്യുന്നു. എപ്പോ വന്നു? ഉച്ചയ്ക്ക് വന്നാണ്. സാറിനെ ഉടനെ കാണണമെന്ന് പറഞ്ഞു. കമിൻ. യെസ്, കമിൻ. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കൂ. താങ്ക് യു സർ. താൻ എവിടെയാണ് ഈ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്? ഈ ജില്ല മുഴുവൻ സഞ്ചരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് സർ. ടി എ എഴുതിയെടുക്കാമല്ലോ അല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ ഖേദമുണ്ട് സർ. താൻ പോലീസിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നൊരു അലിഗേഷൻ ഉണ്ടല്ലോ. ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ളൂ. വടകര താലൂക്ക് ആശുപത്രിയിൽ പുതിയ വാട്ടർ ടാങ്ക് കെട്ടാനുള്ള ഫയലിന് തനിക്കെന്താ ഒബ്ജക്ഷൻ? സാർ, വാട്ടർ ടാങ്ക് കെട്ടുന്നതിന് ഞാൻ എതിരല്ല. പക്ഷെ അതിന്റെ ഉദ്ദേശം ശുദ്ധജല വിതരണമായിരിക്കണമെന്ന് മാത്രം. കോൺട്രാക്ടർമാരുടെ ലോറി വരാനുള്ള സൗകര്യം മാത്രം നോക്കിയാൽ ടാങ്ക് ഒരു പ്രദർശന വസ്തു മാത്രമായി തീരും. നിങ്ങളൊരു നക്സലൈറ്റ് ആണോ? മിസ്റ്റർ ഹരിദാസൻ, ആ ഹോട്ടൽ പൊളിപ്പിക്കാനുള്ള ശ്രമം അങ്ങ് ഉപേക്ഷിച്ചേക്കൂ. സാർ, അത് സർക്കാർ വക ഭൂമിയാണ്. ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ നഗരത്തിലെ തിരക്ക് 30% കുറയും. നോ ആർഗ്യുമെന്റ്സ്. മന്ത്രിയുടെ നിർദ്ദേശമാണ്. യു മസ്റ്റ് ഒബേ. കഷ്ടമാണ് സർ. കലക്ടറുടെ ബംഗ്ലാവിൽ വെള്ളം ചേർത്ത് പാൽക്കച്ചവടം നടത്തുന്നതിനേക്കാൾ കഷ്ടമുണ്ടോ മിസ്റ്റർ ഹരിദാസ്? ഞാനിവിടെ പറഞ്ഞു കേൾക്കുന്നൊരു തമാശ പറഞ്ഞതാ. ഏട്ടൻ വളരെ വിഷമത്തിലാ. എന്തിനാ അയാൾക്ക് വിഷമം? എന്നെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവമാനിക്കാനല്ലേ അയാൾ വന്നത്? എല്ലാരും കൂടെ എന്നെ ഇവിടെ പരിഹാസപാത്രമാക്കും. ഇപ്പൊ തന്നെ കളക്ടറുടെ ബന്ധുക്കളുടെ അല്പത്തരം വില്ലേജ് ഓഫീസിൽ വരെ ഒരു നേരം പോക്കാ. നിനക്ക് കുറച്ചിലാണെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. അതല്ലമ്മേ ഞാൻ പറയുന്നത്. എനിക്കിങ്ങനെ ഒരു സ്ഥാനത്ത് ഇരിക്കേണ്ടി വന്നതുകൊണ്ട് അതനുസരിച്ച് നിങ്ങളും പെരുമാറണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു തെറ്റ് പറ്റിപ്പോയി, മാപ്പാക്കണം. വരുമ്പോഴൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മാപ്പ്. കള്ളത്തര ഇത്. എന്നെ നാണം കെടുത്തണം തന്നെയാ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്. മോനെ, അമ്മാവൻ അങ്ങനൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലടാ. രാധിക കിടന്ന് കരയാന്ന് കേട്ടപ്പോ മനസ്സിന് വലിയ വിഷമം തോന്നി. കുറെ കുടിച്ചു. അപ്പൊ നിന്നോട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതല്ല, വന്നുപോയി. എന്താ ചെയ്യ? രാധിക പാവാ, നല്ലവളാ. ഞാൻ പറഞ്ഞു ഏട്ടാ, അവൾ ഒറ്റ മോളല്ലേ ഉള്ളൂ. ഈ കാണാവുന്ന സ്വത്ത് മുഴുവൻ ഇവന് കിട്ടില്ലേ? നിനക്ക് സ്വത്താ നോട്ടം. അതും നോക്കണമല്ലോ. പക്ഷെ സ്വത്തിന്റെയും ബന്ധത്തിന്റെ ഇടയ്ക്ക് എന്റെ മനസ്സൊന്നൊരു സാധനമുണ്ട്. അതെന്തായാലും നോക്കാത്തത്? അവൻ പറഞ്ഞത് ശരിയാ. ഈ കാര്യത്തിൽ സ്വന്തം ഇഷ്ടാ വലുത്. മോൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? പറ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തന്നെ നടക്കണം. വാക്ക് കൊടുത്തിട്ടില്ലെങ്കിലും എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട്. പിള്ള സാറിന്റെ മകൾ സുധർമ്മ. നല്ല പെൺകുട്ടിയാ. അവളെ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുക എന്റെ മോളായിരുന്നെങ്കിലും. പിള്ള സാറിനോട് അമ്മാവൻ സംസാരിക്കാം. അത് വേണോടാ. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഉള്ളൊരു ബന്ധം എന്താണ് അമ്മേ നിലയും വിലയൊക്കെ ഉണ്ടായത്? ഒരു IAS പിൻബലമില്ലായിരുന്നെങ്കിൽ ഹരിദാസൻ എന്നും വില്ലേജ് ശിവായുടെ മോന അമ്മ ബാലുകാരി മാധവിയമ്മേ. എടേ, ഈ മൂട് മറക്കരുത്. ഇത് ഞാൻ നടത്തും. അമ്പാട്ടെ കുഞ്ഞുണ്ണേ നടത്തും. മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു അല്ലേ? ഞാനും മൂടിക്കെട്ടി നിന്നത് പെയ്തൊഴിഞ്ഞ പോലൊരു സുഖം മനസ്സിന്. എന്തായിത്തീരുമെന്ന് അച്ഛൻ എന്നും പേടിച്ചിരുന്നു. ഹരിയേട്ടനെ അച്ഛന് വിശ്വാസം ഉണ്ടായില്ലേ? അതുകൊണ്ട് എന്താ കാര്യം? ഒരാളും പൂർണ്ണമായിട്ടും സ്വതന്ത്രനല്ല മോളെ. എനിക്ക് ഉറപ്പായിരുന്നു. കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചൊന്നും നടക്കാതിരുന്നിട്ടില്ല.
മാഷേ നല്ല ലെവലിലാണല്ലോ. ഒരിത്തിരി ക്ഷമിക്കണം. അപ്പൊ നമുക്ക് എന്നാ കോഴിക്കോട് പോകണ്ടേ? നാളെ കാലത്ത് പോയാലോ? അയ്യോ, നാളെയോ? ഒരു വഴക്കൊന്നും നോക്കണ്ട. നമ്മടെ പയ്യൻ നമ്മള് പോണു, ഉറപ്പിക്കുന്നു. വരവ് പോക്ക് അതൊന്നും വേണ്ടെന്ന്. അതിന് അവനുള്ള സമയം. എന്റെ മാഷ് 24 മണിക്കൂറും പോലീസും പട്ടാളായിട്ട് ഇടപാടില്ലേ. മാഷ് ഇന്റെ കൂടെ പോന്നാ മതി. ഇവക്കൊരു ചെറിയച്ഛനുണ്ട്, ഒരമ്മാവനുണ്ട്. എല്ലാവരോടും കൂടെ പറഞ്ഞ് എന്നാൽ എല്ലാവരും കൂടെ കൂടി അങ്ങ് വരാം. എന്ന് അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. അവരുടെയൊക്കെ സമയവും സൗകര്യവും നോക്കണമല്ലോ. പ്രസാദം. കള്ളു കുടിച്ചിട്ട് തൊടാവോ? സാരില്ല, എന്റെ മോള് തരുമ്പോ. വരൂ. എന്നെ ഇപ്പോഴും പേടിയാണ്. എനിക്ക് പോണം. പോവാണല്ലോ. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ഉള്ളു തുറന്നും സംസാരിക്കാൻ. മറ്റൊരു ഉദ്ദേശം എനിക്കില്ല. എനിക്ക് പേടിയാവുന്നു. നീ ഇത്ര പാവമായി പോയല്ലോ. മറ്റൊരു പെണ്ണിനോട് തോന്നാത്ത ഇഷ്ടമാണ് എനിക്ക് നിന്നോട്. ഈ കഴുത്തിലൊരു താലി കെട്ടാതെ നിന്നെ ഞാൻ തൊടൂല. പോരെ? വാ. നീ ഒറ്റയ്ക്കാണോ? അതെ. ഒറ്റയ്ക്കാണെങ്കിൽ ആരെയാ നോക്കിയത്? ഓ, അത് ശരി. പട്ടാ പകൽ വ്യഭിചാരമാണല്ലടാ. ഇറങ്ങി വാടി. കരഞ്ഞു കാണിക്കാതെ കൂടെ ഇറങ്ങി വരാൻ. ഞങ്ങൾ കാമുകി കാമുകന്മാരാണ്. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇവിടെ മുറിയെടുത്തത്. അത് തികച്ചും ലീഗലാണ്. ഒരൊറ്റ ചവിട്ട് വെച്ച് തന്നാണ്ടല്ലോ. പാവപ്പെട്ട പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് വകുപ്പ് റൂളും പറയുന്നോടാ. നടക്കടി. സാർ, ഇത് നമ്മുടെ കലക്ടറുടെ പെങ്ങളാണ്. എന്താടി? കലക്ടറുടെ അമ്മയാണോ? അതെ. പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഇത്തിരി അച്ചടക്കത്തോടെ വളർത്തണം, അല്ലെങ്കിൽ പോലീസിന് പണിയാവും. എന്താ ഉണ്ടായേ? ചോദിച്ചു നോക്കും മോളോട്. സോറി സാർ, കഞ്ചാവ് വിൽപ്പനക്കാരനായ ഒരാളെ തപ്പാനാ ഹോട്ടൽ റെഡി ചെയ്തത്. പക്ഷെ കിട്ടിയത് അങ്ങയുടെ സിസ്റ്ററാണ്. വിനോദ് എന്നൊരു ചെറുപ്പക്കാരനുമൊത്ത്. കേസും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഭാഗ്യത്തിന് അപ്പോഴേക്കും സാറിന്റെ സിസ്റ്ററാണെന്ന് അറിഞ്ഞു. ന്യൂസ് ഫ്ലാഷ് ആവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷേ ഹോട്ടലിലെ കുറച്ചാളും നമ്മുടെ പോലീസുകാരിൽ ചിലരും അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഭയം. എനിവേ, ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് സർ. കുറച്ച് വെള്ളം വേണം. കുടുംബത്തിന്റെ അഭിമാനം കളഞ്ഞല്ലോടി. ബഹളം ഉണ്ടാക്കില്ലമ്മേ. ഇനി നാട്ടുകാർ മുഴുവൻ അറിയിക്കണം. വലിയച്ഛൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ശോഭ ചീത്തയായിട്ടില്ല. സത്യം. കരയണ്ട, സാരില്ല. ഞാൻ നീ എന്നെ കൂട്ടുപിടിച്ചത്? നീ പുറത്തിറങ്ങല്ലോ. അവിടെ നിന്നെ കണ്ടോടാ പട്ടി.
ഹലോ, അതെ, കളക്ടർ ടൂറിലാണ്. ശരി, വരുമ്പോ പറയാം. നമ്പ്യാർ സാറാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ടെലിഫോൺ അറ്റൻഡ് ചെയ്യാതെ വിസിറ്റേഴ്സിനെ കാണാതിരുന്നിട്ട് എന്താ ഫലം? കുറച്ച് ദിവസം ഇങ്ങനെ നുണ പറഞ്ഞു നിൽക്കാം. പിന്നെ ആരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല വളരെ. എന്ന് വെച്ച് നാട് വിട്ടുപോകാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ള വിധത്തിൽ പെരുമാറുക. നീ ഇവിടെ നിന്നാ മതി. സുധാകരനില്ലേ ഇവിടെ? വിളിക്കാം, ഇരിക്കൂ. ധൃതിയില്ല, പിന്നെ മതി. നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്നോടോ? അതെ, എന്റെ പേര് വിശ്വാസം നായർ. എന്റെ മകനാണ് വിനോദ്. ഓഹോ, അത് ശരി. ദേഷ്യപ്പെടരുത്, എന്റെ മകനൊരു തെറ്റുപറ്റി. അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അവൻ ശോഭ വിവാഹം കഴിക്കും. ഇരിക്കൂ, ചായ എടുക്കട്ടെ. സുധീ, എന്റെ മോള് ഭാഗ്യവതിയാ. സുധി എവിടെ? സുധി! എന്താ? ഒരാള് വന്നിരിക്കുന്നു. ആരാ? വിശ്വനാഥൻ നായർ. എന്തിനാ നാറി വന്നത്? അതൊക്കെ അയാള് പെണ്ണിനെ ചോദിച്ചു വന്നതാ, ശോഭയെ. അത്ര വലിയ പാപമൊന്നും നമ്മളാരും ചെയ്തിട്ടില്ലടാ. മോള് ചെന്നിതൊക്കെ ഒന്ന് മാറ. മകൻ ചെയ്ത തെറ്റിനുള്ള ഒരു പ്രായശ്ചിത്തം മാത്രമാണോ ഈ ആലോചന? അങ്ങനെ കാണാതിരിക്കൂ സാർ. ആ സംഭവമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചനയ്ക്ക് കാരണമായിരുന്നു സത്യം. ഞങ്ങളുടേതൊരു സാധാരണ കുടുംബമാണ്. അറിയാം. എന്റെ അച്ഛനും വളരെ താഴ്ന്ന പടിയിൽ നിന്നും കയറി വന്നവനാണ്. മിസ്റ്റർ ഹരിദാസിന് ചവിട്ടിക്കയറാൻ ഇനിയും ധാരാളം പടവുകളുണ്ട്. ക്ഷമിക്കണം, പേര് വിളിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. കുടിക്കാൻ മറ്റു കാര്യങ്ങൾ സ്ത്രീധനം തുടങ്ങിയൊക്കെ അല്ലേ? ഞങ്ങൾക്ക് കഴിയുന്ന എന്താന്ന് വെച്ചാൽ തരാമെന്നല്ലാതെ. മതി, പക്ഷേ കഴിയുന്നത് ചെയ്യണം. തുറന്നു പറയട്ടെ, സ്ത്രീധനമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മകനെയാണ്, മിസ്റ്റർ ഹരിദാസിനെ. എനിക്കൊരു മകളുണ്ട്, ജയശ്രീ. ശോഭയെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോ ജയശ്രീ ഇങ്ങോട്ട് വരാം. അത് നടക്കില്ല. പെട്ടെന്ന് തീരുമാനമെടുക്കണ്ട. നിങ്ങളുടെ സഹോദരിക്കുള്ള പോലെ ചീത്തപ്പേരിലും എന്റെ മകൾക്കില്ല. ആ, എല്ലാരും കൂടി ആലോചിക്കൂ. ഞാൻ ഇറങ്ങട്ടെ. ചേട്ടനത് സമ്മതിച്ചൂടെ? സാധ്യമല്ല. അവൻ ആ മാഷയുടെ പെണ്ണിൽ മയങ്ങിയിരിക്കുക. നമ്മുടെ ശോഭയേക്കാൾ വലുതാണോ ചേട്ടനാ നശിച്ച പെണ്ണ്? എനിക്കുണ്ടടാ ജീവിതം. അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാത്രമേ പ്രശ്നമുള്ളൂ. മറ്റാരും നശിച്ചാലും നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾ ഉയരുന്നത് അഭിമാനത്തോടെ സന്തോഷത്തോടെയും കണ്ടവരാ ഞങ്ങൾ. നിങ്ങൾ രക്ഷപ്പെട്ട ഞങ്ങളും രക്ഷപ്പെടുമെന്ന് ആശിച്ചു. എവിടെ? ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല. അമ്മ കേൾക്കണില്ലേ ഇതൊക്കെ? അവൻ പറയണതും കുറെയൊക്കെ ശരിയല്ലേ? ഒരപേക്ഷയുണ്ട്. എനിക്കൊന്നും ചേട്ടൻ ചെയ്യണ്ട. ഞാനിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നോളാം. പക്ഷേ നമ്മുടെ ശോഭയെ ഉപേക്ഷിക്കരുത്. അവൾ വല്ല കടുങ്കയും കാണിച്ചാൽ ഞാൻ സഹിക്കില്ല. ചേട്ടനായിരിക്കും അതിന് ഉത്തരവാദി. ഹൈ ഒഫീഷ്യൽസിന്റെ ചെറിയ പ്രശ്നങ്ങൾ പോലും പെട്ടെന്ന് പരക്കുമല്ലോ. ആസ് എൻ എൽഡർ ബ്രദർ ഞാൻ ഒരു സജഷൻ പറയട്ടെ. നമ്മുടെ കുട്ടിയെ സ്വീകരിക്കണമെന്നൊരു റിക്വസ്റ്റ്, ഐ മീൻ മാരേജ്. അങ്ങനെ ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെന്താ പ്രോബ്ലം? അതോടെ നടത്തൂ. അതിന് ഞാൻ കൊടുക്കേണ്ട വില എന്റെ ലൈഫാണ്. പകരം ഞാൻ അയാളുടെ മകളെ വിവാഹം കഴിക്കണം. എ മ്യൂച്വൽ മാരേജ്. എന്താ അതിന് ബുദ്ധിമുട്ടുണ്ടോ? ഐ തിങ്ക് ഷീസ് എ നൈസ് ഗേൾ.
മറ്റൊരു പെൺകുട്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഓഹോ, അത് ശരി. എന്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ. ഇറ്റ് മേ ബി ക്രൂവൽ ബട്ട് പ്രാക്ടിക്കൽ. അനിയത്തിയുടെ ഈ അപമാനം സാറിന്റെ ഔദ്യോഗിക ജീവിതം മുഴുവൻ പിന്തുടരും. മിനിസ്ട്രി മുതൽ വില്ലേജ് ഓഫീസ് വരെ ഇതറിയും. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും ഭരിക്കുന്നവരാണ് നമ്മൾ. നിർണായകമായ ചില അവസരങ്ങളിൽ സാറിന് ഇതിന്റെ പേര് തലവുനിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിയുമെങ്കിൽ ആ പ്രണയകഥ മറക്കാൻ ശ്രമിക്കൂ. അനിയത്തിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി തന്നെ. ഒരു സാക്രിഫൈസ്, അല്ലെങ്കിൽ ഒരു എസ്കേപ്പ്. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? അവൻ സമ്മതിക്കില്ല. നീ എന്തെങ്കിലും കഴിക്കേ. ആർക്കും ഒരു ശല്യമാവണ്ട്. ഞാൻ പട്ടിണി കിടന്ന് മരിച്ചോളാം. അമ്മ ചേട്ടനോട് ഒന്നുകൂടി പറഞ്ഞു നോക്ക്. ഞാൻ പറയില്ല. അവന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ആ വന്നു കളക്ടറേമാൻ. നാളെ ഞാൻ ഇവളെ കൊണ്ട് വീട്ടിലേക്ക് പോവാ. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ല. അമ്മ പോരണ്ടോ? പിന്നെ ഞാൻ എന്തിനാ ഈ നരകത്തില്? സുധി, നാളെ നീ നാട്ടിലൊന്ന് പോണം. കുഞ്ഞുണ്ണിയമ്മാനോട് വരാൻ പറയേ. അവരുടെ വീട്ടിലേക്ക് ആരൊക്കെ പോണം എന്ന് നടത്തണമെന്നൊക്കെ കുഞ്ഞുണ്ണിയമ്മ വന്നിട്ട് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. പിന്നെ കുഞ്ഞുണ്ണിയമ്മനോട് പിള്ളസാറിനെ ഒന്ന് കാണാൻ പറയണം. അവരോട് വരണ്ടെന്ന് അറിയിച്ചേക്ക്. സുധേച്ചി പോട്ടെ, അത് മറക്കാണ് വലിയേട്ടൻ. എന്നോട് പൊറുക്കുമില്ലേട്ടാ. എഴുതിയോ? കണ്ടാരപ്പള്ളി യച്ചുവമ്മ. നമ്മുടെ ലക്ഷ്മിയല്ലേ? ആ അത് തന്നെ. എന്താ അത്? ശിവായിമാരുടെ ലിസ്റ്റാ. ആദ്യം കുടുംബക്കാരുടെ കഴിയട്ടെ, പിന്നെ മതി ശിപ്പായിമാർക്കൊക്കെ. ധാരാളം മതി. മന്ത്രിമാര് വല്ലവരും വരുവോടാ? അറിയില്ല സുധി, എനിക്കൊരു കാർഡ് വേണം. പിള്ളസാറിനാണെങ്കിൽ എഴുതിയിട്ടുണ്ട്. രണ്ടുപേർക്കും പ്രത്യേകമുണ്ട്. എനിക്കൊരെണ്ണം വേണം. പാവം, എന്റെ മോന് നല്ലത് വരുത്തണേ.